ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു? ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട്. ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് ഞമ്മള് TWD ഓട്ടിക്കൊണ്ട് വന്നിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചോരന്ന്. ഒരിക്കൽ ആ ചൊര ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുഴി. ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ? പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും വേണ്ടി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാള്ള പറത്തോലേ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പത്തന്നെ പൊഴിഞ്ഞു വീണ്. പക്ഷെ എന്താ ഇഞ്ചിന് അപ്പം അവിടെ വന്നു. ഭയങ്കരം തന്നെ. അപ്പ തന്നെ TWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, പറയാ വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക്. നീ സുലൈമാനല്ല ഹനുമാനാണ്. കണ്ടാലും തോന്നും. എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ ആക്കാണ്. അങ്ങനെ ആക്കാൻ കേട്ടാ ഓന്റെ ആള്. ഒരു മര്യാദയല്ലേ ഗോപി? ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? ഇപ്പോഴാ കിട്ടിയത്. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. അക്കിയെടുക്ക്. ആ സ്വിച്ച് എടുക്ക്. എവിടെയാ? ഞാൻ നിൽക്കണോ? വേണമെന്നില്ല, ഞാൻ വരാം. ഓഫീസിൽ വന്നു നോക്കൂ. വരാം. അച്ഛനാണ് സത്യം, ഞാൻ വരാം. അച്ഛനാണ് സത്യം, വരാം. പ്രോമിസ്. ഓക്കെ, വരാം. വണ്ടിക്കൂലിയിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ ശരിയായിട്ട് ആ ഡീസൽ കൊണ്ടുപിടിക്ക്. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. ആഹാ, എന്നാ ഇപ്പൊ ശരിയായിട്ടരാ. മെജിനെ ആ ചെറിയ സ്കൂളുകളുണ്ട്. ഇപ്പൊ ശരിയായിട്ട് ആ വീട് കൈ അങ്ങോട്ട് മാറി നിൽക്കണോ? സ്റ്റാർട്ടായി പോയല്ലോ. പറഞ്ഞ മനസ്സിലാവില്ലേ? എന്താ ശരിയാവും. നിനക്ക് വല്ലതും പറ്റിയ? ഒന്ന് പോറി. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുത്ത്. ഇപ്പൊ ശരിയായിട്ട്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. താമരശ്ശേരി ചുരം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണി നടക്കട്ടെ. അത് തുറക്കടോ. ഓഹോ, ഇതാണോ കാര്യം? അയ്യോ അല്ല ഒന്നുമില്ല. ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. അയ്യോ, ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ? ആ, എന്ന് വെച്ചാൽ ഈ കേടായ സാധനങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുമോ? ഗിയർ ബോക്സ് ആക്കിയ വർക്ക്ഷോപ്പ് നാളെ കൊണ്ടുവരും. ഞാൻ എവിടെ നിന്ന് കിട്ടി? ആളും എടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ കുണു എന്ന് പറയുന്നത്? പെറ്റുമാർ കൊണ്ടുവരും. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. വെൽഡ് യൂണിറ്റ് കൂടെ. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. ഇനിയും വേറെ വല്ലതും വേണോ? ആ, 2 ചായ 2 പരിപ്പൊടിയും കൂടി കൊടുത്തോളൂ. എന്താണ് നോക്കി ഇതൊന്ന് പൂട്ടിയടോ. ഇങ്ങോട്ട് അയച്ചെടുത്താല് പിന്നെ ഷോക്കാത്തർ എങ്ങനെയുണ്ട് നോക്കേ. ഇത് ഓരോന്ന് പറഞ്ഞ് അയച്ചെടുത്ത് കൊണ്ടുപോകണം നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. വേലായിതാ ഇതിന്റെ ഗിയർ ബോക്സിന്റെ അകത്ത് പല എലിയോ പെരിച്ചായോ ഒന്നും കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് ഞമ്മക്കൊന്ന് നോക്കേ. മെയിനെ ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലടോ. ചിലപ്പോ കാണില്ല. ആഹാ, എന്താ നിന്നുറങ്ങണേ? എടോ
വാൾവ് മൊന്നൊക്കെ പിടിക്കണത് അങ്ങോട്ട് പിടിച്ചു കൊടുക്കടാ. ഹലോ എന്താ പണി 4 ആകാറായി വല്ലാവൂ ഇപ്പൊ ശരിയായി തരാം. ആരെങ്കിലും കൊറേ സമയമല്ല കൊറേ സമയമായിട്ട് എന്താ നാളായിട്ട് അതിന്റെ മണിക്കകത്തോട്ട് കിടക്കണം. ഇത് വല്ല ആവൂ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. ഒരു കൊടുവാളോ മാറിയിട്ട് കിട്ടുമോ? ആ ഉണ്ട് കൊടുവാള് നേരത്ത് കൊടുവാള്. നിർത്ത്. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്? കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും. എത്രാമത് തീരുമാനിച്ചറിയിച്ചാൽ മതി, കൊടുത്തയച്ചേക്കാം. ഇപ്പൊ കൊണ്ടുപോകും. ദിവസം ചുരുങ്ങിയത് 500 രൂപ വാടക കണക്കാക്കും. എന്താ കുറച്ച് കളഞ്ഞ് 10,000 വെച്ച് തന്നേക്കാം. വാടക തന്നില്ലെങ്കിൽ റോഡ് റോളർ തിരിച്ച് ഞങ്ങൾ ജപ്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം. ഇവിടെ താനെന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നതാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാൻ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തല്ലേ 2000 റുപ്യം കൂടി തന്നേക്ക് നമ്മളെ കൂടി വിട്ടേക്ക്. 2000 രൂപ എന്ത് പിന്നാക്കല? 2000 രൂപ പിന്നാക്കലല്ല, ഇതെല്ലാം അയച്ചിട്ടില്ലേ? ആയി വാങ്ങി കഴിക്കാൻ. അല്ലാതെ ഇതെല്ലാം കൂടി നമ്മളെ കുറ്റായോ? അല്ലടെ എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും വേഗം ഇവനെ കോമ്പൗണ്ടിന് വെളിയിൽ എത്തിക്കണം. അതിന് പ്രാഥമിക സ്റ്റാർട്ടാക്കി തരണ്ടേ? അതിന് പോകാൻ വഴിയുണ്ട്. എടുത്ത് വെച്ചോണ്ടോ? അല്ല സിപ്പിന്ന, നമുക്ക് ഈ ബേപ്പൂരിന്ന് മാപ്പിള ഖലാസികളെ കൊണ്ട് പൊക്കിക്കൊണ്ട് പോയാലോ? ചുമ്മാ നമുക്കൊരു ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ഈ ആനയൊക്കെ സംഭവം അതേ നടക്കൂ. ഞാൻ പോയി ഒരു ആനയെ സംഘടിപ്പിച്ചോണ്ട് വരാം. അല്ല നമ്മുടെ കൺട്രോൾ കൺട്രോൾ. എന്താണോ ഇത്? ആനയാണെങ്കിൽ പോത്തോ ഒന്ന് കഴിക്കാൻ വേണം. ഒന്ന് മാറിക്കണം. അതിന്റെ സൈക്കിൾ നിങ്ങൾ കൊടുക്കണ്ട. പിള്ളേരൊക്കെ ഒന്ന് മാറിയിക്കാൻ പറഞ്ഞു. നേരത്തൊക്കെ പറഞ്ഞു.
ഒരിക്കലും കൂടി വീടുണ്ടായിരുന്നെങ്കിലേ ഈ വീടും കൂടി അങ്ങോട്ട് പൊളിഞ്ഞേനെ എനിക്ക് എന്ത് രസമുണ്ടായിരുന്നു.